ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ചിക്കൻ മോമോസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എങ്ങനെ ചിക്കൻ മോമോസ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഇഫ്താറിൻ്റെ ടൈപ്പിൽ എണ്ണകളിലൊക്കെ എണ്ണക്കടികളാണ് കൂടുതൽ ഉപയോഗിക്കുക അല്ലേ. അതിന് പകരം ഇതുപോലെ ആവിയിൽ വേവിച്ച ഐറ്റംസ് ആകുമ്പോൾ ഒന്നും കൂടിയും ബെറ്റർ ആയിരിക്കും ഈ ചൂട് കാലത്ത്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു വിഭവം തന്നെയാണ് കേട്ടോ ചിക്കൻ മോമോസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിനൊരു ഡോ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഒരു ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സാക്കുക. ഇനി ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിനെടുക്കൽ. ഞാൻ മൈദ കുഴക്കുമ്പോൾ അധികവും ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് എടുക്കാറ്. അങ്ങനെ ലൈറ്റ് ചൂടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൈദൻ്റെ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പച്ചവെള്ളം ഉപയോഗിക്കണേക്കാളും നല്ലത് നമ്മൾ ഇതേപോലെ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം, നന്നായിട്ട് ചൂടാവരുത്, ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡോ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കതിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മാവിന് ചുറ്റോറം ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് നമുക്ക് ക്രിസ്പി ആയിങ്ങാണ്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിനേക്കുള്ളൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് പഴുത്തൊരു തക്കാളി ചെറുതായിട്ട് കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3-4 വറ്റൽമുളകാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ. വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ തക്കാളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊന്നും കളയണമെന്നില്ല, അതൊക്കെ അതിലിരുന്നോട്ടെ. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ ബാക്കിയുള്ള വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചട്നി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മളെ ഈ എണ്ണയിൽ കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് സോയാ സോസാണ് കേട്ടോ. അതും ഏകദേശം ഒരു ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുത്തത് കൊണ്ട് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിൻ്റെ ജാറൊന്ന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് കലക്കിങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് എത്ര തിക്കാണ് വേണ്ടത് അതിനനുസരിച്ച് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടിനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് മോമോൻ്റെ ഫില്ലിങ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സോയാ സോസാണ്. 1.5 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ.
ഇതാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നമ്മളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അത് 1 ടീസ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മോമോസിക്കില്ലേ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മൈദ ഇവിടെ എടുക്കുക. ഇനി ഇത് നമുക്ക് 3 ബോൾസ് ആക്കുക കേട്ടോ. ഒരേ വലിപ്പമുള്ള 3 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഓരോന്നാക്കിങ്ങാണ്ടും പരത്തിയെടുക്കാം. പക്ഷേ ഒന്നുകൂടി ഈസി ആയിരിക്കണത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. വലിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കാം. പിന്നെ ആവശ്യമുള്ള വലിപ്പത്തിന് എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് അത് കീയാക്കി എടുക്കുക. അതായിരിക്കും കേട്ടോ ഒന്നും കൂടി ഈസി. അപ്പോൾ ഞാനിതാ ഒരു ഉരുള അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കൂടി നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റി നമുക്ക് കൊണ്ടുവരാം കേട്ടോ. ഇതേപോലെ കൊടുങ്ങാണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കിഴിയാക്കി എടുത്താൽ മതി. അതുപോലെ മറ്റുള്ളതും കൂടി ഇതുപോലെ കിഴിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റുള്ള മോമോസും കൂടി എല്ലാം ഇങ്ങനെ ഒന്ന് കിഴി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മോമോസ് പൊതുവേ ഇങ്ങനെ അല്ലേ ചെയ്യാറ്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ടെക്നിക്കാണ്. നമ്മൾ കിഴിയാക്കി എടുത്ത ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടോ നമ്മുടെ മോമോസിൻ്റെ അതേ ലെവലിലാവും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മോമോസിൻ്റെ ഈ മേലെ ഭാഗം ശരിയാക്കാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മോമോസ് എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് എണ്ണ തടവിങ്ങാണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആവിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ആരും ടെൻഷൻ അടിക്കണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ മോമോസ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മോമോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.